മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ ശബരിമലയിലെ വീഡിയോ ചിത്രീകരണത്തിനെതിരെ കേസ്. നടയടച്ച ശേഷമുള്ള ദൃശ്യങ്ങൾ പകർത്തി പോസ്റ്റ് ചെയ്ത വ്ളോഗർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചെങ്ങര സ്വദേശി അനീഷിനെതിരെയാണ് പമ്പ പോലീസ് കേസെടുത്തത്. പിന്നാലെ വീഡിയോ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു. സംഭവത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ പമ്പ പോലീസിനോടും വനം വകുപ്പിനോടും റിപ്പോർട്ട് തേടിയിരുന്നു. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിരവധി ആളുകൾക്കിലേക്കാണ് എത്തിയത്. പമ്പ മുതൽ സന്നിധാനം വരെ നടയടച്ചമുള്ള ശേഷമുള്ള ദൃശ്യങ്ങൾ എന്ന പേരിലാണ് ഇയാൾ ആ വഴി നീളെയുള്ള ദൃശ്യങ്ങൾ പകർത്തി പോസ്റ്റ് ചെയ്തത്. എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ വനംവകുപ്പും പോലീസ് നൽകുന്ന വിശദീകരണം? ഇദ്ദേഹം ദേവസ്വം ബോർഡ് ജീവനക്കാരനോ മറ്റോ ആണോ, അതല്ലെങ്കിൽ ഒരു തീർത്ഥാടകന് എങ്ങനെയാണ് ഈ സമയത്ത് അതിലേക്ക് കടന്നു പോകാൻ പറ്റുന്നത്? സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം, ശബരിമലയും പമ്പ, നീലിമല, അതുപോലെ തന്നെ പമ്പ, നിലയ്ക്കൽ തുടങ്ങിയ സന്നിധാനം അടക്കമുള്ള മേഖലകൾ അതീവ സുരക്ഷാ മേഖല എന്ന നിലയ്ക്കാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വന്നപ്പോൾ തന്നെ വലിയ വിവാദമുണ്ടായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശബരിമല സന്നിധാനത്ത് ഉള്ള ഈ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ തടഞ്ഞിട്ടുണ്ട്. അത് പാലിക്കാതെ, കർശനമായി അത് പാലിക്കാതെ വ്ളോഗർ, അതായത് പമ്പ ഗണപതി ക്ഷേത്രം മുതൽ സന്നിധാനത്തെത്തി കൊടിമരവും 18-ാം പടി വരെ ഷൂട്ട് ചെയ്തതിനു ശേഷം അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. നട അടച്ചതിന് ശേഷം ശബരിമല കാഴ്ച എന്ന പേരിലാണ് യൂട്യൂബിൽ 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ കഴിഞ്ഞ മാസം 24-ാം തീയതി അപ്ലോഡ് ചെയ്തത്. എന്തായാലും 18-ാം തീയതിയാണ് പോയിരിക്കുന്നത്. 18-ാം തീയതി വരെ നടയുണ്ട്. ആ നട അടച്ചിട്ടില്ല. അന്ന് വരെയുള്ള കാര്യങ്ങളാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം നട അടച്ചതിന് ശേഷമുള്ള 18-ാം തീയതിക്ക് ശേഷമുള്ള ദിവസമാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതായത് 24-ാം തീയതിയാണിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. എന്തായാലും ലക്ഷക്കണക്കിന് ആൾക്കാർ, വലിയ ആളുകൾ ഇത് കാണുകയും ചെയ്തു. എന്തായാലും അത്തരം ഒരു കാര്യം ഒരു പക്ഷേ ഈ അനധികൃതമായി ഈ പ്രദേശത്ത് വരിക, ഒപ്പം ഉള്ള അത്തരം, അതായത് മറ്റ് കാര്യങ്ങൾ, അതായത് ഈ സുരക്ഷാ മേഖലയാണ്, അവിടെ കടന്ന് വീഡിയോ ഫോട്ടോ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കേസും കൂടി പോലീസ് എടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ ഇപ്പോൾ പമ്പ പോലീസിനും വനംവകുപ്പിനും വിശദീകരണം തേടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോന്നി ചെങ്ങറ സ്വദേശി അനീഷിനെതിരെ കേസ് പോലീസ് എടുത്തിട്ടുള്ളത്. എന്തായാലും അതിനുശേഷം ഈ യൂട്യൂബിൽ നിന്നും ഈ വീഡിയോ ദൃശ്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുന്നോട്ട് പോയി കേസുമായി